വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ശ്രീകുട്ടിയുടെ പിറന്നാൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് അവൾക്ക് സ്പെഷ്യലായിട്ട് ഡ്രീം കേക്കാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ തന്നെ ഡ്രീം കേക്ക് ഉണ്ടാക്കി, 2 പാത്രത്തിലുണ്ടാക്കി ഡ്രീം കേക്ക്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീരുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ചെറിയ ഞങ്ങൾ മുമ്പൊരു ഡ്രീം കേക്ക് ഫസ്റ്റ് ഞങ്ങളൊന്ന് ട്രൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിലുണ്ടാക്കി, പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു പാത്രം കൂടി വെച്ചിട്ടുണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ഷോ ഓഫാണ് അവളുടെ, അത് പിടിച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ. പിന്നെ ഇന്ന് കുഞ്ഞുണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുണ്ണീൻ്റെ വക ചേച്ചിക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുഞ്ഞുണ്ണി കൊടുത്തു. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ നേരമായി. അപ്പോൾ കുഞ്ഞുണ്ണി കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്തിട്ടാന്ന് നോക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുണ്ണിയും ചേച്ചിയും കൂടിയിട്ട് ഗിഫ്റ്റും ശ്രീകുട്ടിയും കൂടി ഗിഫ്റ്റ് പൊട്ടിച്ചു. അപ്പോൾ അതൊരു കേക്ക് തന്നെയായിരുന്നു. ഡേറ്റ്സും ക്യാരറ്റിൻ്റെ ഒരു പ്ലം കേക്ക് തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ തനുശ്രീ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഡ്രീം കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം അതിൻ്റെ പകുതിയോളം കാലിയായി. എന്തായാലും എൻ്റെ ഡ്രീം കേക്ക് സക്സസ് ആയി എന്നതിന് എനിക്ക് മനസ്സിലായി. പിന്നെ സദ്യ നമ്മൾ വേറെ ദിവസം ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളും ഉണ്ടായില്ല. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി. അങ്ങനെ ബിരിയാണി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി ഉണ്ട്. പിന്നെ ഇത് അമ്മായിരോടെ പോയപ്പോൾ അവിടെ ചേച്ചി ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും അത് പിറന്നാളിന് മുമ്പാണ് കട്ട് ചെയ്തത്. എന്തായാലും അതും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളൊരു ചെറിയൊരു പിറന്നാൾ ആഘോഷം. വലിയ ഇതൊന്നുമില്ല, എന്നാലും ചെറിയൊരു ആഘോഷം.